ഹായ് ഗെയ്സ്, എല്ലാവരും സുഖമായിരിക്കണോ? എങ്ങനെയുണ്ട് എല്ലാവർക്കും 2025? അടിപൊളിയല്ലേ? എല്ലാവരും സന്തോഷമായി സുഖമായിരിക്കും കേട്ടോ. ഇന്ന് നമുക്കൊരു ദം ബിരിയാണി ഉണ്ടാക്കിയാലോ? അതിന് ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, ചെറിയ ജീരകം, കറാമ്പട്ട, അതൊക്കെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. ഞാനിങ്ങനെയാണ് കേട്ടോ മസാല ഉണ്ടാക്കുക. പിന്നെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് മല്ലിയില എടുത്ത് നമുക്കതൊന്ന് മിക്സിൻ്റെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മസാല ഞാൻ അവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്കത് ആവശ്യമുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ മസാലയൊക്കെ ഈ ചിക്കനിലോട്ട് പിടിക്കാൻ പാകത്തിന് നല്ല ഇളക്കി മിക്സ് ആക്കാം കേട്ടോ. നമുക്കൊന്ന് അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണേ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. അപ്പോഴാണ് ഞാൻ ഓർത്തത് കുറച്ച് തൈരും കൂടെ ഇതിലോട്ട് ഒഴിച്ച് മിക്സ് ആക്കാമെന്ന്. സാധാരണ ഞാൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉള്ളി വാട്ടുമ്പോൾ അതിലോട്ടാണ് ഞാൻ തൈര് ഒഴിച്ചു കൊടുക്കാറ് കേട്ടോ. ഇന്ന് പിന്നെ ചിക്കനിലോട്ട് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ തൈരും കൂടെ ചിക്കനിലോട്ട് പിടിക്കാൻ പാകത്തിന് ഒന്ന് ഇളക്കി എടുക്കണ്ടേ. ഇനി നമുക്ക് അരി നോക്കി വെക്കാം. അരിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. ഈ ചില അരികളിൽ പുഴുകളൊക്കെ ഉണ്ടാവും. ഇത് പക്ഷേ നല്ല അരിയായിരുന്നു കേട്ടോ. നമ്മളിന്ന് ഊറ്റിയാണ് എടുക്കുന്നത് കേട്ടോ. ചോറ് ഊറ്റിയാണ് എടുക്കുന്നത്. അതിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ഉപ്പും കറാമ്പട്ടയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി കഴുകിയത് അതും ഇട്ട് കൊടുത്ത് ഒരു നാരങ്ങയും കൂടെ പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. ഈ അരി അധികം വെന്ത് പോവാതിരിക്കാൻ വേണ്ടി നാരങ്ങ ഇട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. എല്ലാവർക്കും ഇപ്പോൾ ബിരിയാണി വെക്കാനൊക്കെ അറിയാമല്ലോ, എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്ക് ചോറാകുമ്പോഴത്തേന് ബാക്കിയുള്ള പരിപാടി നോക്കാം. ഏട്ടനാണ് എന്നെ സഹായിച്ചിരുന്നത്. ഏട്ടനാണ് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് തരുന്നത് കേട്ടോ. അപ്പോഴത്തേന് നമ്മൾ ചോറൊക്കെ ഓൾമോസ്റ്റ് വെന്തു കേട്ടോ. ഇനി നമുക്കതൊന്ന് ഊറ്റിയെടുക്കുക. ഫുൾ വേവാവണ്ട കേട്ടോ, ഒരു 1/4 വേവാകുമ്പോൾ നമുക്കിത് എടുക്കണം കേട്ടോ. നമ്മളിനി ദമ്മിടുമ്പോൾ ദമ്മി കിടന്ന് വേവില്ലേ, അപ്പോൾ ചോറൊക്കെ ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കി നോക്കി പെട്ടെന്ന് മടുക്കൊന്നുമില്ല കേട്ടോ. ഈ നെയ്യിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടുപ്പ് വരും. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലോട്ട് നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് റോസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്കൈയാണ്. കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ഇടയിൽ ഏട്ടൻ വന്നിട്ട് എന്നെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട് കേട്ടോ. ഏട്ടനാണ് എനിക്ക് ഇതൊക്കെ കട്ട് ചെയ്ത് തന്നത് കേട്ടോ. അപ്പം നമ്മളെ ഉള്ളിയൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്, റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വെച്ചാൽ അതിലോട്ട് തന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് പിന്നെ പെട്ടെന്നാവും കേട്ടോ. ഇതിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ക്യാരറ്റൊക്കെ നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കുക. ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് പിന്നെ പെട്ടെന്നാവുമല്ലോ. അപ്പോൾ അതും ആയിട്ടുണ്ട്. ഇനി ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമുക്ക് മസാലയ്ക്കുള്ള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഓരോരുത്തർ എത്രയാണ് ചിക്കൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അളവ് പോലെ ആയിരിക്കും കേട്ടോ. ഇതൊക്കെ ഈ ഉള്ളിയും ഓരോ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ എടുക്കേണ്ടത്. അതിലോട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുക, ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും, ഞാൻ ആദ്യം പറഞ്ഞില്ലായിരുന്നു കുറച്ച് മസാല മാറ്റി വെക്കണമെന്ന്, ആ മസാല നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ. ഈ മസാലേൻ്റെ പച്ചമണം മാറാൻ പാകത്തിന് നമുക്കൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ. അതൊന്ന് പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേനും നമുക്ക് അതിലോട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം.
അതൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളിയൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മസാല ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ടേ. നമ്മൾ ചിക്കനിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ മസാല ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ബിരിയാണീൻ്റെ മസാലയൊന്നും ഇടാറില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ പൊടിച്ചുണ്ടാക്കണ മസാല കേട്ടോ ഇടാറ്. ആ പൊടീൻ്റെ പച്ചമണം മാറാൻ പാകത്തിന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ച് ചിക്കൻ അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ല ഇളക്കി എടുക്കുക കേട്ടോ. ആ മസാലയൊക്കെ ചിക്കനിലോട്ട് പിടിക്കാൻ പാകത്തിന് നല്ല ഇളക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഏകദേശം ഒക്കെ വേവാൻ പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ. ഒരുവിധമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിടാം. ഞാൻ അതിനിവിടെ ഇലയാണ് എടുക്കുന്നത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ നമുക്കിനി ദമ്മിടാം. ഞാൻ ഇല വെച്ചിട്ട് ആ ചിക്കൻ്റെ മുകളിലൊന്ന് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ലെയർ ചോറിട്ട് നമ്മളിവിടെ വറുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലോട്ട് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണ്ടേ. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. കുറച്ച് ചോറിടുക, നമ്മൾ വറുത്ത് വെച്ച സാധനങ്ങളിടുക, കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കുക. ഇങ്ങനെ നമ്മൾ എടുത്ത അരി ചോറ് മൊത്തം തീരാൻ പാകത്തിന് നമുക്കിങ്ങനെ ലെയറാക്കി സെറ്റ് ചെയ്യാം കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. കാണുമ്പോൾ രസമുള്ളത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല. അപ്പോൾ നമ്മുടെ എല്ലാ ചോറും അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അറ്റ് ലാസ്റ്റ് നമ്മൾ വറുത്ത് കോരിയ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കുറച്ച് നമ്മൾ ഉണ്ടാക്കിയ മസാലപ്പൊടിയില്ല അതൊന്ന് വെതറി നമുക്കൊരു പാത്രം വെച്ച്, ഞാനിവിടെ അമ്മിക്കല്ല് ആണ് എടുത്തേക്കുന്നത്, അത് വെച്ചിട്ട് നമുക്ക് ആ കനലിൽ മൂടി വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എടുത്തപ്പോൾ സെറ്റായിട്ടുണ്ട് കേട്ടോ സംഭവം. എല്ലാം ചോറൊക്കെ വെന്ത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഒരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ. അടിയിൽ നിന്ന് ഇങ്ങനെ ആ മസാലേൻ്റെ ഇതൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിൻ്റെ ആ വെള്ളമൊക്കെ ഇങ്ങോട്ട് ചോറിലോട്ടായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയില്ലേ. അങ്ങനെ ഞാൻ എല്ലാം ചോറ് അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത പാത്രത്തിൽ നിന്ന് തികയില്ലായിരുന്നു, അപ്പോൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ആ ഇലയൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ ചിക്കൻ നോക്കാം. നമുക്കറിയില്ലല്ലോ ചിക്കൻ അടി പിടിച്ചോ എന്താണെന്നൊന്നും. ഇല കുറച്ച് വെള്ളം ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ തൈരിലെ വെള്ളം. അപ്പം നമ്മളെ മസാലയൊക്കെ ശരിയായിട്ടുണ്ട്. ഒരു തുള്ളി അടി പിടിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ അടി പിടിച്ച് തുള്ളി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബിരിയാണി ആയിട്ടുണ്ട്. ചോറ്, മസാല, തൈരും ചമ്മന്തിയും ചിക്കൻ പൊരിച്ചതും അങ്ങനെ എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ കഴിച്ചു കേട്ടോ. അപ്പോൾ ബായ്.